ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീമോനി ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഞങ്ങളാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു പോകണമെന്നുള്ളത്. അപ്പോൾ അത് പകൽ പോയിട്ടേ കാര്യമുള്ളൂ. 2 ചെടി വാങ്ങിക്കണം. നമ്മുടെ ഫ്രണ്ട് 2 ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ തുണി കൊടുക്കാനുണ്ടായിരുന്നു. ഏട്ടൻ്റെ മുണ്ടാണ് കേട്ടോ മെയിനായിട്ട്. അത് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ അയ്യപ്പയിലോട്ടാണ് പോകുന്നത്. നമുക്ക് മാറ്റ് വാങ്ങിക്കണം, പിന്നെ കിണറിൻ്റെ മണ്ടയിൽ നിന്ന് നെറ്റ് വാങ്ങിക്കണം. അങ്ങനെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങനെ എനിക്ക് മാറ്റി കിട്ടിയില്ല. ഞാൻ നെറ്റും വാങ്ങിച്ചുകൊണ്ട് നേരെ അനുമാമൻ്റെ കടയിൽ വന്നൊരു വെള്ളവും കുടിച്ച് എനിക്ക് മിക്സിയുടെ ജാറ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. ചെറിയ ജാറ്, ചട്നി ജാറെന്ന് പറയും. അതാണെങ്കിൽ എൻ്റെ ബട്ടർഫ്ലൈയുടെ കമ്പനിയാണ്, അപ്പോൾ അതിൻ്റെ തന്നെ സെയിം വാങ്ങിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ അതും ഒരെണ്ണം വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ കാറ് കിടക്കുന്നിടത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് അയ്യപ്പയിലെല്ലാം ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളായി. എല്ലാ സാധനങ്ങളും വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറുക്കൻ അവിടെ ഇരുന്ന് വീർപ്പിക്കുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. പമ്പ് വെച്ച് അടിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം ഫില്ലായിട്ടുണ്ട്. അങ്ങനെ ശ്രീമോനെ അതൊക്കെ കാണിച്ചിട്ട് നമ്മൾ നേരെ ചെടി വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാൻ ചെന്ന് ഞാൻ നടക്കത്തില്ല. നല്ലത് നോക്കി വാങ്ങിക്കണ്ടേ. അങ്ങനിപ്പോൾ നമ്മുടെ വ്യൂ പാർക്കിലും എല്ലാം ലൈറ്റെല്ലാം ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി ഇട്ടേക്കുവാണ്. ഇപ്പോൾ എങ്ങോട്ട് ഇറങ്ങിയാലും ലൈറ്റ് കാണാനേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യാത്രകളൊക്കെ പോകുമ്പോൾ എല്ലാം കണ്ടിരിക്കുക. രാത്രി സമയങ്ങളിൽ പോകുന്നതാണ് ഇഷ്ടവും. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കുമാർ നഴ്സറി എന്നും പറഞ്ഞ് ഒരെണ്ണമായിരുന്നു കേട്ടോ, നമ്മുടെ വ്യൂ പാർക്കിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ ചെന്ന് നമ്മൾ ചെടികളൊക്കെ നോക്കി. ഞാൻ ഇതിൻ്റെ വലുതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ വീട് വെച്ച സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങ് ചെറുതായിപ്പോയി. അതുകൊണ്ട് എനിക്കതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരുപാട് ചെടികൾ നമ്മൾ നോക്കി. അപ്പം കൊട്ടാരക്കര പോകുന്ന വഴി വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയും നമ്മളിപ്പോഴേ ഒന്നും പോകുന്നില്ലല്ലോ പത്തനംതിട്ടയ്ക്ക്. അതുകൊണ്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും വാങ്ങിച്ച് വെക്കാൻ തൽക്കാലത്തേക്ക് അപ്പുറം ഇപ്പുറം വെക്കാൻ 2 ചെടി, പിന്നെ കുറച്ച് വളവും വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇത് 2 എണ്ണം ഉറപ്പിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞു പൂ ഉണ്ടാകുന്നൊന്നും വേണ്ട, അതൊക്കെ വെറുതെയാണ്. ഇതാവുമ്പോൾ നല്ല രസമായിരിക്കും, കുടം പോലെ നിൽക്കുന്ന കാണാൻ. അങ്ങനെ ഏട്ടനാണെങ്കിൽ പച്ചക്കറിയുടെ വല്ലതും വേണമെന്നൊക്കെ നോക്കുവാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് തന്നെ അല്ലാതെ വിത്തിട്ട് കിളിപ്പിക്കാനുള്ളതേ ഉള്ളൂ, ഇതൊന്നും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ 2 ചെടിയും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ കാശിയെ ട്യൂഷന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് വേണം പോവാൻ. കാശി അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ പോയിട്ടുള്ള കാര്യം. അവനെ ട്യൂഷന് വിട്ടിട്ട് നേരെ ഞങ്ങൾ പോരുമായിരുന്നു. ഏട്ടൻ കൊണ്ട് വിട്ടു. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് ഞങ്ങൾ റെഡിയായി കേട്ടോ. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ലൈറ്റ് കാണുന്നതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ ട്യൂഷൻ്റെ അവിടെ എത്തി. അവിടെ വന്ന് ഞാനങ്ങ് വിളിക്കാൻ പോവുകയാണേ. അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് അങ്ങ് പോകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.